നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിന്റെ 64-ാം പിറന്നാൾ. മലയാളക്കര തന്നെ മോഹൻലാലിന്റെ പിറന്നാൾ കൊണ്ടാടിയെന്ന് വേണം പറയാൻ. കാലത്തിന്റെയും പ്രായത്തിന്റെയും പരിമിതികൾ അതിജീവിച്ചാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇന്നും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത്. ഇപ്പോഴിതാ അഭിനയത്തെക്കുറിച്ചും മനുഷ്യന്റെ പ്രായമാകുന്നതിനെക്കുറിച്ചുമെല്ലാം മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. താനായാലും എല്ലാവരും ഈ നാട്ടിൽ മരിക്കും, എല്ലാവർക്കും പ്രായമാകുമെന്ന് മോഹൻലാൽ പറഞ്ഞു. മോഹൻലാൽ പണ്ട് നൽകിയ ഒരു അഭിമുഖം, അതിൽ ശ്രദ്ധ നേടിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജരാനരകൾ ബാധിക്കണം, പ്രായമാകണം, മരിക്കണം എന്ന സിസ്റ്റത്തിനോട് ഞാൻ യോജിക്കുന്നു. ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നും വല്ല കായികൽപ്പ ചികിത്സയൊക്കെ ചെയ്ത് നമ്മൾ പുറകിലേക്ക് പോകണം. എനിക്കറിയാം ഞാൻ ഏത് നിമിഷവും മരിച്ചു പോകുമെന്ന്. നിങ്ങൾ മരിക്കും, ഇവർ മരിക്കും, എല്ലാവരും മരിക്കും. നമുക്ക് വയസ്സാകും, പല്ലുകൾ കൊഴിയും, മുടി പോകും, അങ്ങനെയല്ലേ വേണ്ടത്? എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ്. ജീവിതമെങ്കിൽ അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നാളെ എനിക്ക് അസുഖം വരും എന്ന് പറയുന്നതിന് മുന്നേ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? പിന്നെ ഭാഗ്യം എന്ന് പറയുന്നത് സിനിമയുടെ കൂടെയുണ്ട്. 90 വയസ്സുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കഥകളിയൊക്കെ നോക്കൂ, 92 വയസ്സുള്ള ആളുകളൊക്കെ ഇപ്പോഴും നാടകത്തിലായാലും സിനിമയിലായാലും കഥകളി ആയാലും ഇതൊക്കെ ചെയ്യുന്നവരില്ലേ? കൃഷി സാർ ഒക്കെ എത്രയോ വയസ്സായിട്ടും അവരൊക്കെ അഭിനയിച്ചില്ലേ? കാലത്തിനൊത്ത് കോലം കിട്ടുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. പക്ഷെ മലയാളത്തിൽ പ്രായത്തിനൊത്ത വേഷങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് 16 വയസ്സുള്ള പെൺകുട്ടിയുടെ കൂടെ ആടുകയും പാടുകയൊക്കെ ചെയ്യുന്നതെന്ന്. നമ്മൾ ഇന്ന് ഒരു പഴയ സിനിമ കാണുന്ന പോലെ ഒന്നുമല്ലല്ലോ. പണ്ട് നസീർ സാർ കോളേജിൽ പഠിക്കുന്ന പയ്യനായി അഭിനയിച്ച പോലെ ഇന്ന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ കാലഘട്ടം മാറി. നമ്മുടെ പ്രായത്തിലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് സിനിമയിൽ വരുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായത്തിന് താഴെയുള്ള കുട്ടികളുമായാണ് അഭിനയിക്കാൻ പറ്റുന്നത്. എനിക്ക് 45 വയസ്സുണ്ട്. ഞാൻ 45 വയസ്സുള്ള സ്ത്രീയുമായി ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് വേറെ തരത്തിലായി പോകുമെന്ന് മോഹൻലാൽ പറഞ്ഞു. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ വില്ലനായെത്തിയ നടൻ പിന്നീട് മലയാള സിനിമ വ്യവസായത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള നടനായി മാറുകയായിരുന്നു. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ സൂപ്പർ താരമായി മാറിയ നടൻ നിരവധി സിനിമകളാണ് അരങ്ങിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിനയിച്ചത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.